പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 46-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാലക്ഷരങ്ങളനുകൂലത്തിലില്ലരികിലാ ലക്ഷ്മിയും ശുഭതയല്ലാലയ്ക്കലില്ല പശുശാലയ്ക്കലില്ല വിളമൂലയ്ക്കലില്ല ധനവും കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയാലസ്യമോ ബഹുതരം ലോലക്കടാക്ഷമുനജാലേ കനിഞ്ഞുതരികാലംബനം പളനിമേ. നാലക്ഷരങ്ങളനുകൂലത്തിലില്ലരികിലാ ലക്ഷ്മിയും ശുഭതയല്ലാലയ്ക്കലില്ല പശുശാലയ്ക്കലില്ല വിളമൂലയ്ക്കലില്ല ധനവും കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയാലസ്യമോ ബഹുതരം ലോലക്കടാക്ഷമുനചാലേ കനിഞ്ഞുതരികാലംബനം പളനിമേ. ഇതാണ് ശ്ലോകം. 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല. അക്ഷരാഭ്യാസം അനുകൂല നിലയിലല്ല. അരികിൽ ആ ലക്ഷ്മിയും ശുഭതയല്ല. ഐശ്വര്യദേവതയും സമീപത്ത് ശുഭദായികയായി വർത്തിക്കുന്നില്ല. ആലയ്ക്കലില്ല പശു, തൊഴുത്തിൽ പശുക്കളില്ല. ശാലയ്ക്കലില്ല വിള, പണ്ടകശാലയിൽ ധാന്യശേഖരമില്ല. മൂലയ്ക്കലില്ല ധനവും, വീടിനുള്ളിൽ ധനവും കരുതിയിട്ടില്ല. കാലത്തിനൊത്ത ഗുണശീലത്വമില്ല, കാലത്തിനൊത്ത് ജീവിക്കാനുള്ള സ്വഭാവ ഗുണവിലാസവുമില്ല. ഹൃദയാലസ്യമോ ബഹുതരം, മനോദുഃഖങ്ങളാണെങ്കിലോ വളരെയാണ് താനും. ലോലക്കടാക്ഷമുന, കാരുണ്യപൂർവമുള്ള തൃക്കൺ കടാക്ഷം. ചാലേ കനിഞ്ഞു തരിക, നല്ലതുപോലെ കനിഞ്ഞു തന്നാലും. മേ, എനിക്ക് ആലംബനം പളനി. ആലംബനം പളനി മാത്രമാണ്, ആശ്രയം പളനി മാത്രമാണ്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പളനിവാസനായ സുബ്രഹ്മണ്യ ഭഗവാനെ, കാര്യസാധ്യത്തിന് അനുകൂലമായ അക്ഷരാഭ്യാസം എനിക്ക് അധീനപ്പെട്ട് കിട്ടിയിട്ടില്ല. ഐശ്വര്യദേവതയായ ലക്ഷ്മീദേവിയുടെ ശുഭദായകമായ സാമീപ്യവും എനിക്കില്ല. തൊഴുത്തിൽ പശുക്കളും കരുതൽപുരയിൽ ധാന്യശേഖരങ്ങളും വീട്ടിനുള്ളിൽ ധനശേഖരവുമില്ല. കാലഗതിക്കനുസരിച്ചുള്ള അതിജീവനത്തിനുതകുന്ന സ്വഭാവഗുണവിലാസങ്ങളും എനിക്കില്ല. മനോദുഃഖങ്ങളാകട്ടെ ധാരാളമാണു താനും. നിന്റെ കാരുണ്യപൂർവമുള്ള കടാക്ഷം എൻ്റെ നേർക്ക് കനിഞ്ഞരുളിയാലും അതല്ലാതെ മറ്റൊരാലംബനവും എനിക്കില്ല. വ്യവസ്ഥാപിത കുടുംബജീവിതം നയിച്ച് വാർദ്ധക്യദശയിലെത്തുന്ന ഒരു സാധാരണക്കാരൻ്റെ വ്യഥകളാണിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആരോഗ്യമുള്ള കാലത്തുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം മക്കളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചും ശേഷിക്കുന്നവ അനന്തരാവകാശികൾക്ക് വീതം വെച്ചു നൽകിയും കഴിഞ്ഞതോടെ അധീനതയിലുള്ള ധനമെല്ലാം കൈമോശം വന്നു കഴിഞ്ഞിരിക്കും. കാലത്തിനൊത്ത് മാറാനുള്ള അതിജീവനകല വശമില്ലാതെയും സമ്പത്തില്ലാതെയും ദുഃഖസാഗരത്തിൽ വീണുഴറുവാനേ നിസ്സഹായമായ ആ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് കരകയറാനുള്ള ഏക അവലംബമായി സുബ്രഹ്മണ്യോപാസന ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. മൂല്യനവീകരണം ചെയ്യപ്പെട്ട ബ്രഹ്മണ്യം എന്നാണ്
സുബ്രഹ്മണ്യം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജീവിതത്തെ സംബന്ധിക്കുന്ന സമഗ്രവും സുവ്യക്തവുമായ ജ്ഞാനമൂല്യം തന്നെയാണ് സുബ്രഹ്മണ്യം. അങ്ങനെയുള്ള ജ്ഞാനസാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. സുബ്രഹ്മണ്യോപാസനയിലൂടെയുള്ള പ്രായോഗിക അദ്വൈത പദപ്രാപ്തിക്കുള്ള ഉപായമാണ് ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.